ഹലോ! ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ ഫ്രൈ ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടില്ലേ ആ ഒരു ടേസ്റ്റും ഇതിനുണ്ട് ട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവർ ചെറുതാക്കി കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്യുക ട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനെ നമ്മൾ ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ അതിനൊന്ന് വേവിക്കണം. അത് അതിൻ്റെ ആ ഒരു അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികളുണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളതിനെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗരം മസാല ഇല്ലേ ഗരം മസാലപ്പൊടി അതും കുറച്ച് ഇതല്ലാതും ഒരു 1/4 ടീസ്പൂൺ വീതം മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കളറും കൂടിയും കിട്ടും. പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് അതും കുറച്ച് ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നമുക്ക് എന്താ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് അത് എടുക്കണം നമ്മുടെ കോളിഫ്ലവർ എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുക കേട്ടോ. കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി കുറച്ച് മതി കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. വെള്ളം കൂടരുത് കേട്ടോ. അതൊരു ബാറ്റർ കൺസിസ്റ്റൻസിയിൽ എന്താ പറയുക നമ്മൾ വെള്ളം കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക. ഉപ്പ് കൂടരുത് കാരണം നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൽ നമ്മൾ അധികം ഉപ്പിടണ്ട. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കണ നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ നന്നായിട്ട് ക്ലീനാക്കി നമ്മളതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് പിടിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളം നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നല്ല പോലെ നമ്മൾ അവിടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 30 മിനിറ്റോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലായാലും വെക്കാം. അല്ല ഇപ്പോൾ പുറത്ത് വെക്കുകയാണെങ്കിലും അങ്ങനെ. പക്ഷേ കുറച്ചധികം നേരം ഇത് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലാണ് അത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആ ഒരു മാവ് നന്നായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിത് പൊരിക്കേണ്ട ടൈമാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഹൈ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ ഇതെല്ലാതും നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ കോളിഫ്ലവറൊക്കെ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അത്. നമുക്ക് ശരിക്കും ആ ഒരു എന്താ പറയുക നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കാൻ കിട്ടില്ല ആ ഒരു ടേസ്റ്റാണ് ഇതിന് ശരിക്കും ഉള്ളത്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇവിടെ നോമ്പ് തുറക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ കുറച്ചും കൂടിയും കളറ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.